സൗദിയിലെ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖിലെ അബ്ദുൾ റഹീമിന് ആശ്വാസമായ ഒരു സുപ്രീം കോടതി വിധി അവിടെ വന്നിരിക്കുന്നു. കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. കീഴ്ക്കോടതി വിധി സൗദി അറേബ്യയിലെ സുപ്രീം കോടതി ശരിവെച്ചു എന്നാണ് വാർത്ത. സുപ്രീം കോടതിയുടെ വിധി ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി പ്രതികരിക്കുകയും ചെയ്തു. ഇന്ന് വന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് അത്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അതുപോലെ കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് കൂടി നമുക്കൊപ്പം ചേരും. ആദ്യം ജലീലിലേക്ക്. ജലീൽ, ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? എന്തായാലും ഈ ഒരു ഹർജി സുപ്രീം കോടതി തള്ളിയതോടെ, പരമോന്നത നീതിന്യായാസനം തള്ളിയതോടെ ഒരുപക്ഷെ നമ്മുടെ റഹീമിൻ്റെ പുറത്തേക്കുള്ള വഴി, അതായത് നാട്ടിലേക്കുള്ള വഴി തെളിയുകയാണ് എന്ന് വിശ്വസിക്കാമോ? SKN സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് സൗദിയിലെ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. 20 വർഷത്തെ തടവ് എന്നതാണ് പൊതു അവകാശ കേസ് അബ്ദുറഹീമിന് നേരത്തെ അപ്പീൽ കോടതി വിധിച്ചത്. ഈ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതായത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് 20 വർഷത്തെ തടവ് എന്നത് പോരാ, കൂടുതൽ ശിക്ഷ നൽകണം എന്നായിരുന്നു. എന്നാൽ ഈ ആവശ്യം കോടതി ഇന്ന് തള്ളിയിരിക്കുകയാണ്. അപ്പീൽ കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചിരിക്കുകയാണ്. അതായത് 20 വർഷത്തെ തടവ്, നേരത്തെ 19 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച അബ്ദുറഹീമിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി 1 വർഷത്തോളം മാത്രം, അതായത് ഇനി ഏതാണ്ട് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു ശിക്ഷ കോടതി ശരിവെച്ചിരിക്കുകയാണ്. ഇനി കൂടുതൽ ശിക്ഷ ആവശ്യമില്ല എന്നാണ് സൗദിയിലെ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 26-നാണ് 20 വർഷത്തെ തടവ് ശിക്ഷ അബ്ദുറഹീമിന് കീഴ്ക്കോടതി വിധിച്ചത്. ഇത് ജൂലൈ 9-ന് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. നേരത്തെ വധശിക്ഷ വിധിച്ചിരുന്നു അബ്ദുറഹീമിന്. ഈ വധശിക്ഷ സൗദി മലയാളികൾ ഉൾപ്പെടെയുള്ളവർ സ്വരൂപിച്ചു നൽകിയ 15 മില്യൺ റിയാൽ, 34 കോടിയോളം രൂപ മോചനദ്രവ്യം ഈ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന് നൽകുകയും ഈ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതോടെ സ്വകാര്യ അവകാശവുമായി ബന്ധപ്പെട്ട കേസുകൾ തീരുകയും പൊതു അവകാശവുമായി ബന്ധപ്പെട്ട കേസിലാണ് പിന്നീട് കോടതി ഈ വിചാരണ ഉണ്ടായത്. പൊതു അവകാശവുമായി ബന്ധപ്പെട്ട കേസിൽ 20 വർഷത്തെ തടവാണ് അബ്ദുറഹീമിന് വിധിച്ചത്. അത് 19 വർഷം നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു. അതിനുശേഷം ഇനി ഏതാണ്ട് മാസങ്ങൾ മാത്രമേ ഇനി അബ്ദുറഹീമിന് ജയിലിൽ കിടക്കേണ്ടതുള്ളൂ. അതിനുശേഷം അബ്ദുറഹീം മോചിതനാവും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഈ വിധി ഏറെ സന്തോഷകരമാണെന്ന് റിയാദിലുള്ള നിയമസഹായ സമിതി അറിയിക്കുകയും ചെയ്തു. താങ്ക് യു. ജലീൽ കണ്ണമംഗലമാണ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്. ഫറൂഖിലെ ഈ റഹീമിൻ്റെ ഉമ്മ ഇദ്ദേഹത്തിൻ്റെ ജയിൽ മോചനവും കാത്ത് ഇരിക്കുകയാണ്. എത്രയോ കാലമായി അമ്മ വഴിക്കണ്ണുമായി ഇങ്ങനെ കാത്തിരിക്കുന്നു മകന് വേണ്ടി. റിയാദിലെ ജയിലിൽ പോയി ഉമ്മ മകനെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അതോടെ അവിടെ പ്രതീക്ഷ വളരെ കൂടിയിരിക്കുകയാണ്. ഇന്നത്തെ സുപ്രീം കോടതി വിധി ആശ്വാസത്തിൻ്റെ വെളിച്ചം ആ ഉമ്മയുടെ മനസ്സിലേക്ക് കോരിയിട്ട് കാണുമെന്നാണ് നമ്മുടെ വിശ്വാസം. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ചേർന്നു. നിഖിൽ, അവരുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. എന്താണ് അവരൊക്കെ പറയുന്നത്? ഈ വിധി വളരെ ആശ്വാസകരമാണല്ലോ. തീർച്ചയായും അദ്ദേഹത്തിന്റെ സഹോദരനുമായി ഞാൻ അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പങ്കുവച്ചൊരു വിവരം, പുതുതായി ഇക്കാര്യത്തിൽ, അതായത് കീഴ്ക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി ശരിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൻ്റെ സഹോദരൻ്റെ തിരിച്ചുവരവ് അല്പം കൂടി വേഗത്തിലാകുന്നുവല്ലോ എന്നുള്ളൊരു ആശ്വാസം അവർ പങ്കുവെക്കുന്നു. ഇനി ഇക്കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ലല്ലോ എന്നുള്ളതാണ് അവർ പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്വാസ വാർത്ത എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു തുറന്ന പ്രതികരണത്തിന് താനില്ല എന്ന് സഹോദരൻ വ്യക്തമാക്കുന്നു. കാരണം ഒരുപാട് ഇക്കാര്യത്തിൽ അവർ വേദനകൾ പങ്കുവച്ചതാണ്. ലോകത്തെമ്പാടുമുള്ള ആളുകൾ, SKN അടക്കമുള്ള ആളുകൾ ആ വീട്ടിലെത്തുകയും ആ ഉമ്മയുടെ നോവ്, കണ്ണീർ, വേദന അതൊക്കെ നേരിൽ കാണുകയും ഒക്കെ ചെയ്തതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലോകത്തെമ്പാട് നിന്നും സഹായങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അവരെ തേടി എത്തുന്നൊരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധി ശരിവെക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇനി തൻ്റെ സഹോദരൻ്റെ മോചനം എത്രയും വേഗത്തിൽ ഉണ്ടാകുമല്ലോ എന്നുള്ളൊരു ആശ്വാസം കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ നന്ദി അറിയിക്കുന്നില്ല. പക്ഷേ ലോകത്തെമ്പാടും ഇരുന്ന് വാർത്തകൾ നൽകിയ ആളുകൾ, അത് കേട്ട ആളുകൾ, അതിനെ പിന്തുണച്ച ആളുകൾ, നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയ ആളുകൾ, അവരോടെല്ലാം ഉള്ള നന്ദി അറിയിക്കുകയാണ് കുടുംബം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.